ബിഗ് ബോസ് മലയാള സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥി ജാസ്മിൻ ജാഫറാണ്. ഷോയിൽ വിജയിയായത് ജിൻഡോ ആണെങ്കിലും ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ ജാസ്മിൻ ആയിരുന്നു. നെഗറ്റീവായും പോസിറ്റീവുമായുമല്ല ജാസ്മിൻ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി. ഗബ്രിയുമായുള്ള കോംബോയാണ് ജാസ്മിനെതിരെ വ്യാപക വിമർശനം വരാൻ കാരണമായത്. ഒരുപക്ഷെ ഈ കോംബോ ഇല്ലായിരുന്നുവെങ്കിൽ 6-ാം സീസണിലെ വിജയി ജാസ്മിൻ ആയേനെ. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷെ ഇത്രയും കാട്ടിക്കൂട്ടാനുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഷോയിൽ കാണിക്കുന്നതേ ഞാൻ കാണിക്കുന്നുള്ളൂ. BGM കുത്തിക്കയറ്റി തോന്നിവാസം പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടത് നിങ്ങൾ ചെയ്തോ. പക്ഷെ അതിൽ അനുഭവിക്കുന്ന കുറച്ച് ജന്മങ്ങൾ കൂടെയുണ്ടെന്ന് ചിന്തിക്കുക. അത് മര്യാദയാണോന്ന് ജാസ്മിൻ പറയുന്നു. ചായയിൽ തുമ്മിപ്പോയത് തൻ്റെ തെറ്റാണെന്ന് ജാസ്മിൻ പറയുന്നു. അതിൻ്റെ പേരിൽ ഇന്നും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ തമാശയായിട്ട് എടുക്കുന്നത്. പക്ഷെ സഹിക്കാൻ പറ്റാത്തതിന് അൽപ്പുറം ഓൺലൈൻ മീഡിയ അല്ലാതെ ഒരു TV ചാനൽ സ്ക്രിപ്റ്റ് പോലെ ചെയ്ത് കാണിച്ചു വെച്ച തോന്നിവാസമുണ്ട്. അത് കണ്ട് ആസ്വദിക്കുന്ന ജഡ്ജസും. നമ്മളും മനുഷ്യന്മാരാണെന്ന് ചിന്തിക്കണമെന്ന് ജാസ്മിൻ പറയുന്നു. നമുക്കാരും ഇല്ലാതാവുമ്പോൾ നമുക്ക് വേണ്ടി ദൈവമുണ്ടാവുമെന്ന് ഗബ്രിയും റസ്മിനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തനിക്കൊരു വിശ്വാസമുണ്ടെന്ന് ജാസ്മിൻ പറയുന്നു. ബിഗ് ബോസ് അവസാനിച്ച ശേഷം ഒരു ഓൺലൈൻ മീഡിയയ്ക്കും ജാസ്മിൻ അഭിമുഖം നൽകിയിട്ടില്ല. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വിവാദങ്ങളിൽ വിശദീകരണം നൽകുന്നത്. ജാസ്മിൻ, ഗബ്രി, സായി കൃഷ്ണ എന്നിവർക്കെതിരാണ് ബിഗ് ബോസ് അവസാനിച്ച ശേഷം വ്യാപക വിമർശനവും ട്രോളുകളും വരുന്നത്. ജാസ്മിനുമായുള്ള സൗഹൃദമാണ് ഗബ്രിക്ക് ട്രോളുകളും കുറ്റപ്പെടുത്തലുകളും വരാനുള്ള കാരണം. ബിഗ് ബോസിലെ മോശം ഗെയിമാണ് സായി കൃഷ്ണയ്ക്ക് നേരെ ട്രോളുകൾ വരാൻ കാരണം. സായിയുടെ യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിൽ വ്യാപകമായി പരിഹാസ കമന്റുകൾ വരുന്നുണ്ട്. വിജയിയായ ജിൻഡോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാര്യമായി ചർച്ചയാവുന്നില്ലെന്നും കൗതുകമാണ്.